ഇന്ന് ഞാൻ നിങ്ങളുടെ ഇവിടെ കാണിക്കാൻ പോകുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്, സ്റ്റീംഡ് ഫിഷ് ഇൻ ബനാന ലീഫ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു മസാല തയ്യാറാക്കിയെടുക്കാം. ഒരു പിടി മല്ലിയില, അതിൻ്റെ ഒരു പകുതിയോളം മിൻറ്റ് ലീഫ് നമുക്ക് ഒത്തിരി ചേർക്കണ്ട, മല്ലിയിലയുടെ പകുതി അല്ലെങ്കിൽ പകുതി താഴെ നിന്നാൽ മതിയാവും. വെളുത്തുള്ളി അല്ലി 8-9 എണ്ണം, ഒരു 3-4 ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ പച്ചക്കുരുമുളക്, കാന്താരി മുളക് ഒരു 10-15 എണ്ണം. അത് എരിവനുസരിച്ച് നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞാനിവിടെ 2 മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വരഞ്ഞെടുക്കണം. ഞാൻ യൂസ് ചെയ്തേക്കുന്ന മീൻ വറ്റയാണ്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡും നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ട് വരഞ്ഞെടുക്കാം. അപ്പോൾ 2 മീനും നന്നായിട്ട് ഇവിടെ വരഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മസാല ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ മാറ്റി വെക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും പുറത്തുമൊക്കെ നന്നായിട്ട് ഇതൊന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് നമ്മൾ മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 30 മിനിറ്റ് നേരം മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് ഈ വാഴയില ഒന്ന് വാട്ടിയെടുക്കാം. ഈ വാട്ടിയില്ലെങ്കിൽ ഇത് നിങ്ങൾക്കറിയാമല്ലോ, ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് വാട്ടിയെടുത്തിട്ട് വേണം ഇതിനകത്ത് മീൻ വെച്ച് പാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇലകളെല്ലാം ഇതുപോലെ ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇലയെല്ലാം വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മീൻ വെച്ച് ഇതൊന്ന് പാക്കാക്കി എടുക്കുകയാണ്. അപ്പം ഞാനിവിടെ 2 ഇല യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് സ്റ്റീമർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിനകത്താണെങ്കിൽ ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ 1 ഇലയ്ക്കകത്ത് ഇത് മടക്കിയെടുത്താൽ മതിയാവും. ഞാൻ ഇതൊരു പാനിനകത്ത് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കിയാണ് ആവി കയറ്റി ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 2 ഇല യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2ാമത്തെ മീനും നമ്മൾ ഇതുപോലെ തന്നെ പാക്ക് ചെയ്തെടുക്കുകയാണ്. കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ്. കനലിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ നമ്മളത് നന്നായിട്ടൊന്ന് കെട്ടിയെടുക്കുന്നത് നന്നായിരിക്കും. ഞാനിതുപോലെ ജസ്റ്റ് ഒന്ന് അകത്ത് വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പാനി വെക്കുമ്പോൾ വെള്ളം പെട്ടെന്ന് പറ്റിപ്പോയി കഴിഞ്ഞാൽ ഇത് ഇല പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 എണ്ണം വെക്കുന്നത്. ഇനി ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് നമ്മൾ ഈ പാക്ക് ചെയ്ത മീൻ വെച്ച് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ ആവി കയറ്റി ആവിയിൽ ഇത് വെന്തെടുക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ഇല പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി മൂടി വെച്ചൊരു 10 മിനിറ്റ് നേരം നമുക്കിത് കുക്ക് ചെയ്യാം. ചെറു തീയിൽ കുക്ക് ചെയ്താൽ മതിയാവും. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് നേരം കഴിഞ്ഞു. നമുക്കിനി ഒന്ന് മറിച്ചിടാം. അപ്പോൾ ഇതിൻ്റെ വെള്ളം പറ്റിപ്പോയിരുന്നു, അതുകൊണ്ട് ആദ്യത്തെ ഇല കണ്ടോ കരിഞ്ഞ് വാടിപ്പോയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് വേണം തിരിച്ചിട്ട് കുക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കൂടെ നമ്മളത് കഴിഞ്ഞ് കുക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല സൂപ്പറായിട്ട് നമ്മുടെ മീനൊക്കെ കുക്കായി വന്നു. ഇതിപ്പം നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്ന ഒരു പരുവാണ്. നിങ്ങൾക്കിനി ഇത് മൊരിഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഇതേ മസാല വെച്ചൊന്ന് ഫ്രൈ ചെയ്തും വേണമെങ്കിൽ കഴിക്കാവുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.